മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ച് വൈക്കം ജനമൈത്രി പോലീസും ജനമൈത്രി സമിതിയും. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വൈക്കം ഡിവൈഎസ്പി ശ്രീ സിബിച്ചൻ ജോസഫ് നിർവഹിച്ചു. ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന അമ്മച്ചിമാരും സഹോദരിമാരും നിങ്ങൾക്ക് കൈത്താങ്ങായി സാന്ത്വനമായി നിങ്ങളുടെ സിസ്റ്റേഴ്സിനോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അല്ലാതെ ഓണാഘോഷത്തിൻ്റെ തികർപ്പുകൾക്കോ ചടങ്ങുകൾക്കോ ഒന്നുമല്ല, അല്ലെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ഓണം തീർന്നു പോകുന്ന ഒരു ചടങ്ങല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ പലപ്പോഴും വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ജോർജ് എന്ന് പറയാറ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും സഹവർത്തിക്കുവാനും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമയം എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറയുകയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി 35 വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം മൂത്തേടത്തുകാവിൽ പ്രവർത്തനം ആരംഭിച്ച മേഴ്സി ഹോമിൽ 30ഓളം അന്തേവാസികളുണ്ട്. ഇവർക്കൊപ്പം ഓണം ആഘോഷിച്ച് വൈക്കം ജനമൈത്രി പോലീസും ജനമൈത്രി സമിതിയും. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വൈക്കം ഡിവൈഎസ്പി ശ്രീ സിബിച്ചൻ ജോസഫ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കൊപ്പം സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ പ്രതിരൂപമായ ഓണക്കാലത്തിൻ്റെ മധുരമുള്ള ഓർമ്മകൾക്ക് നിറമേകൊണ്ട് ഓണക്കോടിയോടൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും ജനമൈത്രി സമിതി ഒരുക്കിയിരുന്നു. തുടർന്ന് ജനമൈത്രി സമിതി അംഗങ്ങളും ഡിവൈഎസ്പിയും ഓണപ്പാട്ടുകളോടെ ഓണം ആഘോഷിച്ചു. ജനമൈത്രി സമിതി CRO സബ് ഇൻസ്പെക്ടർ ജോർജ് മാത്യു, സബ് ഇൻസ്പെക്ടർ ജയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ സുരേഷ് എൻ ബീനാമ, ബീറ്റ് ഓഫീസർ ശ്രീ VT ശ്രീനിവാസൻ, CPOമാരായ ശ്രീ TS ശ്രീരാജ്, ശ്രീ ജോസ്മോൻ, നെയ്തിൽ, മഞ്ജു, ജനമൈത്രി സമിതി കോർഡിനേറ്റർ PM സന്തോഷ് കുമാർ, മറ്റ് ജനമൈത്രി സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിഷൻ ന്യൂസ്, വൈക്കം.